ഉണ്ട്. അത് വായിച്ചു നോക്കുക. അതിൽ പറഞ്ഞ നിബന്ധനകളൊക്കെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിന് ബാധകമാണ്. എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്, ഏത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒരു വർഷത്തിൽ ഇത്ര ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിലും എനിക്കത് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അന്ന് 3 വർഷം 3 ലക്ഷം റുപ്യ ചെയ്യുമ്പോൾ താങ്കളും അതുപോലെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ചിന്തിക്കേണ്ടതായിരുന്നു, ഇതെനിക്ക് പൊന്താവുന്ന എമൗണ്ട് ആണോ എന്നുള്ളത്. അങ്ങനെ അല്ലാതെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുക. മാത്രമല്ല, ഇപ്പോൾ തിരിച്ചു കിട്ടാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ വലിയൊരു സംഖ്യ കമ്മീഷൻ എടുത്തിട്ടാണ് ബാക്കിയുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് പോകുന്നത്. ഇൻഷുറൻസ് കവറേജ് വേറെ, ബാക്കി വരുന്ന സംഖ്യ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വരുന്നുള്ളൂ. അപ്പം നമ്മളിതൊക്കെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ടതും വായിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. ഓക്കെ അമ്മശാരി, നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയ ശ്രോതാക്കളെ, ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് ബർജിയിൽ ജിയോജി സെക്യൂരിറ്റീസിൻ്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ KV ഷംസുദ്ദീനാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ സേവനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വിളിക്കാം 05064678801 അല്ലെങ്കിൽ 05014555988 64678001 അല്ലെങ്കിൽ 05014555988 kvshams@gmail.com എന്ന മെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. പല ആളുകളും രമേശ് ജി വിളിച്ചിട്ട് പറയാറുണ്ട് നമ്മളെ നമ്പർ പലർക്കും നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ പ്രോഗ്രാമിൻ്റെ അവസാനം എപ്പോഴും നമ്പർ പറയും. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഭാഗം നിങ്ങൾ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്യുക. നമ്മൾ 2 വട്ടം പറയുന്നുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഇനിയും ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്, ഈ അവസാന ഭാഗമാകുമ്പോൾ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാവരും ബന്ധപ്പെടുക, ഈ പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിച്ചത് അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ആതുര സേവന രംഗത്തും ധനവിനിമയ രംഗത്തും